തദ്ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണല്ലേ കേരളത്തിൽ. അപ്പോൾ കോൺഗ്രസിന്റെ മുദ്രാവാക്യം എന്താണെന്ന് അറിയില്ലേ? തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ അഴിമതിക്കെതിരെ ഒരു വോട്ട്. ഞാനിത് കേട്ടപ്പോൾ ഒരുപാട് ചിരിച്ചു. എന്താണ് ട്രോളന്മാർക്ക് ട്രോളാൻ വേണ്ടി മാത്രമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു മുന്നണിയാണോ ഈ UDF എന്ന് ഒരു വേള ഞാനൊന്ന് സംശയിച്ചു പോയി. അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നേ. കാരണം ഇവരുടെ ഈ മുന്നണിക്കകത്തുള്ള ആളുകളെ കുറിച്ചും ഇവരുടെ ലീഗിന്റെ ഒക്കെ നേതാക്കളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്ന ഒരു മനുഷ്യൻ ഇത് കേട്ട ചിരിക്കല്ലാണ്ട് കരയോ? സത്യം പറഞ്ഞാൽ ഇന്ന് ബീഹാറിന്റെ ഇലക്ഷൻ റിസൾട്ട്സ് പുറത്തു വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ലീഗുകാരാണെന്നുള്ള ഒരു ജനസംസാരമുണ്ട്. കാരണം കൊടപ്പനക്കൽ തറവാട്ടിലൊക്കെ പലരും പറയുന്നുണ്ട് ചില പടച്ചോനെ കാത്തല്ലോ എന്ന്. കാരണം ED ഓഫീസിലേക്ക് ഒരാൾ ഇന്ന് തലയിൽ മുണ്ടിട്ട് കയറി പോയിട്ടുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ KM ഷാജിയാണ്. ഇന്നലെ KM ഷാജിയുടെ ഭാര്യയെ 12 മണിക്കൂർ ED ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഭാഗമായിട്ട് ഇന്ന് KM ഷാജിയെ കൂടെ ചോദ്യം ചെയ്യുന്നുണ്ട്. KM ഷാജി ചായ കുടിച്ചിട്ടാണോ EDയുടെ ചോദ്യം ചെയ്യലിനിരുന്നത്? സ്വന്തം വാഹനത്തിലാണോ ED ഓഫീസിൽ എത്തിയത്? പുലർച്ചെ എത്തിയിട്ടുണ്ടോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള യാതൊരു അപ്ഡേറ്റ്സും നമുക്ക് ചാനലുകളിൽ എവിടെയും മരിച്ചു പെറുക്കിയാൽ കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. എവിടെയും ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നില്ല, ഹെഡ്ലൈൻസ് പോകുന്നില്ല. പക്ഷേ നമുക്കറിയാം KM ഷാജി ED ഓഫീസിലിരുന്ന് വിയർക്കുന്നുണ്ട്. ഇതാ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തും KM ഷാജി വെറുതെ EDയെ സന്ദർശിക്കാൻ വേണ്ടി പോയതല്ല. ഇഞ്ചി കൃഷിയിൽ എങ്ങനെ അധിക ലാഭം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് EDക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയതൊന്നല്ലായിരുന്നു. അഴിമതി നടത്തിയിട്ട് ആ അഴിമതിയും മാത്രമല്ല അനധികൃത സ്വത്ത് സമ്പാദനം കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെതിരൊക്കെ ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ED വിളിച്ചു വരുത്തി അന്വേഷണം നടത്തുക കേട്ടോ. നോട്ട് ദ പോയിന്റ്. കുറ്റ ആരോപിതനാണ്, അല്ലാതെ വിറ്റ്നസ് ആയിട്ടൊന്നല്ല ഇന്ന് ചോദ്യം ചെയ്യാൻ പുള്ളിക്കാരൻ പോയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറക്കും. പക്ഷെ നമുക്കിത് പറയില്ലേണ്ട, നമ്മൾ മറക്കില്ല, നിഷ്പക്ഷർ മറന്നു കളയും. പക്ഷെ നമുക്ക് ഓർമ്മിപ്പിക്കൽ നമ്മളുടെ ഒരു ഡ്യൂട്ടി ആയത് കാരണം നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു മുദ്രാവാക്യം അത് അവിടെ കിടക്കട്ടെ കേട്ടോ, അത് നിങ്ങൾ മറക്കരുത്. അഴിമതിക്കെതിരെ ഒരു വോട്ട്. ഇനി നമുക്ക് മുസ്ലിം ലീഗിലെ KM ഷാജിയെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ 2 ആൾക്കാർ കരയ്ക്ക് പുറത്തിരിക്കുന്നുണ്ട്. കമറുച്ചേനെ നമുക്ക് അറിയാമല്ലോ അല്ലേ? കമറുച്ച MLA ഇപ്പോൾ കസ്റ്റഡിയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ED ഒക്കെ ചോദ്യം ചെയ്ത് വിട്ടു. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഒക്കെ കയ്യിലാണ് പുള്ളിക്കാരന്. ചുമ്മാതെ അങ്ങ് പോയതൊന്നല്ല കേട്ടോ. 143 113 എത്ര കേസിലുണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സച്ചിൻ ടെണ്ടുൽക്കർ 6 അടിക്കുന്ന പോലെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന നമ്പേഴ്സൊക്കെ അങ്ങ് മറക്കും. കാരണം പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത്രയും വലിയ നമ്പേഴ്സിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രമാത്രം കേസുകളുണ്ട് പുള്ളിക്കാരനെതിരെ. ഏതാണ്ട് 150 കോടിയുടെ സാമ്പത്തിക ക്രമക്കേടാണ്. അല്ലാതെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ പൊന്നും കച്ചവടത്തിൽ ഉണ്ടായ ചെറിയ നഷ്ടമൊന്നുമല്ല. വൻ സാമ്പത്തിക ക്രമക്കേടും തിരിമറിയും നടത്തിയിട്ടാണ് ഇപ്പൊ കമറുദ്ദീൻ കേസിൽ നടക്കുന്നത്. ഈ കമറുദ്ദീൻ ഉൾപ്പെടുന്ന പാർട്ടി ഏതാണെന്നറിയാലോ? ലീഗാണ്. ലീഗ് ഏത് മുന്നണിയിലാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാലോ. UDFിലാണ്. എന്നിട്ടും UDFിന്റെ ഈ തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം അഴിമതിക്കെതിരെ ഒരു വോട്ട്. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ എറണാകുളത്തെ പാലത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല, ഇബ്രാഹിം കുഞ്ഞിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ജനപ്രതിനിധികളും അതുപോലെ തന്നെ പാർട്ടിയിലെ മത ആചാര്യന്മാർ, ആത്മീയ നേതാക്കളും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, അഴിമതിയിലൂടെ തഴച്ച് വളർത്തിയ ഒരു പാർട്ടിയാണ് ലീഗ് എന്ന് പറയുന്നതിൽ ഒട്ടും തെറ്റില്ല. KM ഷാജിക്കെതിരെ സംസാരിക്കാൻ ലീഗിന്റെ നേതാക്കൾക്കൊക്കെ മടിയാണ്. അതുപോലെ കമറുദ്ദീനെതിരെ സംസാരിക്കാൻ അവരിതുവരെ തുറന്നിട്ടില്ല. 6 മാസത്തിനുള്ളിൽ കമറിച്ച ആ കാശൊന്ന് അങ്ങ് ആളുകൾക്ക് കൊടുത്തേക്കണം കേട്ടോ എന്ന് വളരെ മയത്തില് വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് കേൾക്കാൻ പറ്റിയിട്ടുള്ളത്. സംഭവം അങ്ങനെ തന്നെയല്ലേ ലീഗ് നേതൃത്വത്തിന് പറയാൻ പറ്റുള്ളൂ. കമറുദ്ദീന് ആ MLA സീറ്റ് കിട്ടിയത് 2 കോടി എങ്ങാണ്ട് കൊടുത്തിട്ടാണ്. 1ഉം 2ഉം ലക്ഷമൊന്നും കൊടുത്തിട്ടല്ല കേട്ടോ, 2 കോടി ലീഗ് നേതൃത്വത്തിന് കൊടുത്തതിന് ശേഷമാണ് കമറുദ്ദീന് അവിടെ മത്സരിക്കാൻ പറ്റിയത്. ഇത്തരത്തില് വൻ കുതിര കച്ചവടം നമ്മൾ BJPയുടെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇത്തരത്തിൽ നമ്മൾ സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ലീഗ് നേതൃത്വം ഇങ്ങനെ കാശ് മേടിക്കാറുണ്ട് എന്നുള്ളതൊക്കെ പുതിയ അറിവാണ്. പിന്നെ എങ്ങനെയാ ലീഗ് നേതൃത്വത്തിന് ഇതൊക്കെ പറയാൻ പറ്റുക? ലീഗ് ഒരു പ്രത്യേക നേതൃത്വം കേട്ടോ. ഇവർ അഴിമതിയൊന്നും നടത്തുന്നില്ല. കാരണം ഇവരിലേക്ക് വരുമ്പോൾ സ്വർണ്ണ കച്ചവടം നഷ്ടക്കച്ചവടമായി മാറും, ഇഞ്ചി കച്ചവടം വൻ ലാഭമുള്ള കച്ചവടമായിട്ടും മാറും. ഇതിൻ്റെ ഒരു മാജിക്ക് EDക്ക് മനസ്സിലായാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ കേരളത്തിൽ ലീഗിൻ്റെ ഒരു പ്രസക്തി എന്താണെന്നുള്ളത് ഈ ചോദ്യം ചെയ്യലുകൾക്ക് അവസാനം നമുക്കൊന്ന് തിരിച്ചറിയേണ്ടി വരും. നമ്മൾ തിരിച്ചറിയും. എന്തായാലും ഓൾ ദ ബെസ്റ്റ് കേട്ടോ ലീഗുകാരെ. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഓരോ ബോഞ്ചി എടുക്കട്ടെ.
കാരണം ഈ ഒരു ആസാം റിസൾട്ട് വന്നത് കാരണം കുറേ എംബാരസ്മെൻറ്റിൽ കുറേ എന്താ പറയുക വല്ലാത്ത മാനസിക വ്യഥയിൽ നിന്നൊക്കെ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടിരിക്കുകയാണെന്നറിയാം. പക്ഷെ എന്തായാലും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യാതെ പറ്റില്ലല്ലോ. കാരണം KT ജലീലിനെ അത്രമാത്രം ഹോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സാക്ഷിയെ വിസ്തരിക്കാൻ വേണ്ടിയിട്ട്, സാക്ഷിയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ED ഓഫീസിൽ വിളിച്ചു വരുത്തിയതിന് നിങ്ങൾ പടച്ചുവിട്ട അപസർപ്പക കഥകളുടെ ഒക്കെ ആ ഒരു ഭണ്ഡാരം അവിടെ തന്നെ കിടപ്പുണ്ടെന്ന് അറിയുന്നത് നന്നായിരിക്കും. കാരണം ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിലേ ജനങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. അപ്പോൾ ആളുകളോട് പറയാൻ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, തദ്ദേശീയ തെരഞ്ഞെടുപ്പ് വരികയാണ്, നമ്മളുടെ പഞ്ചായത്തുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഈ പഞ്ചായത്തിൻ്റെ വാർഡ് തലത്തിലൊക്കെ വാർഡ് മെമ്പർമാർക്കൊക്കെ ഇങ്ങനെ ചിലപ്പോൾ അവരും ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ, ലക്ഷങ്ങൾ കൊടുത്ത് ഇവർ സീറ്റ് മേടിക്കുന്നു, അതിനുശേഷം ഇവിടെ മത്സരിച്ച് പ്രതിനിധിയായതിനു ശേഷം ഈ ലക്ഷങ്ങൾ അവർ ഈ സ്ഥാനം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്നു. അതാണല്ലോ ഇപ്പോൾ കമറുദ്ദീനൊക്കെ ചെയ്തിട്ടുള്ളത്. ബെല്ലാരിയിലും അങ്ങ് ആന്ധ്രാപ്രദേശിലും ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ്റെ ബിനാമികൾക്ക് ഒരുപാട് സ്വത്തും സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് കേൾവി. എന്താ അറിയില്ല, ED എല്ലാം ചികഞ്ഞ് പുറത്തെടുത്താൽ മതിയായിരുന്നു. ഇതൊക്കെ കൂടെ താങ്ങാനുള്ള ഒരു കഴിവ് നമ്മുടെ ലീഗ് നേതൃത്വത്തിനും അവരുടെ മുന്നണിക്കൊക്കെ ഉണ്ടോയെന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറച്ച് സന്തോഷിക്കാനുള്ള ദിവസമാണ്, കുറച്ച് സമാധാനത്തിൻ്റെ ദിവസമാണ്. പക്ഷേ ജനങ്ങളെ നിങ്ങളിതിൽ നിന്നൊന്നും വഞ്ചിതരാവരുത് കേട്ടോ. അഴിമതിക്കെതിരെ ഒരു വോട്ടല്ല, സത്യം പറഞ്ഞാൽ UDF ചോദിക്കേണ്ടത് അഴിമതിക്കൊരു വോട്ടാണ്. ഇത്തരത്തിലുള്ള അഴിമതിക്കാരെ തെരഞ്ഞെടുത്തത് കാരണം നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളൊന്നും നിറവേറ്റപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ പഞ്ചായത്തുകളും നിങ്ങളുടെ വാർഡുകളും ഒക്കെ വികസനം കാണാതെ മുരടിച്ച് അങ്ങനെ ഇരിക്കും. കാരണം ഞാനിപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന, ഞാൻ ജീവിക്കുന്നത് മേലാറ്റൂർ പഞ്ചായത്തിലാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് 40 വർഷത്തോളം ഭരിച്ചിരുന്നത് ഇതേ മുന്നണിയാണ്. എന്നിട്ട് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് വന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് LDF അധികാരത്തിലെത്തിയതിന് ശേഷമാണ് ഈ ഒരു പഞ്ചായത്തിൻ്റെ പ്രാഥമിക ആവശ്യമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ് പോലും ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ പഞ്ചായത്തുകളെ ഒന്നും വികസനം മുരടിച്ച ബാധിക്കാതിരിക്കട്ടെ. അഴിമതിക്ക് എതിരെ തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണം. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നണി നിങ്ങൾ തിരഞ്ഞെടുക്കുക തന്നെ വേണം. LDF ആണ് ഏറ്റവും വലിയൊരു ആൾട്ടർനേറ്റീവായിട്ട് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇത്തവണത്തെ നിങ്ങളുടെ വോട്ട് വികസനത്തിനാവട്ടെ. ED ഓഫീസിൽ കിടന്ന് വിയർക്കുന്ന നേതാക്കളുള്ള പാർട്ടിക്കൊന്നും ആരും ദയവ് ചെയ്ത് വോട്ട് ചെയ്യരുത്. ആ മുന്നണിക്കൊന്നും ആരും ദയവ് ചെയ്ത് വോട്ട് ചെയ്യരുത്. നിങ്ങളുടെ വോട്ട് വികസനത്തിനൊപ്പം. അപ്പം നിങ്ങളുടെ വോട്ട് തീർച്ചയായും LDFനൊപ്പം. താങ്ക് യു സോ മച്ച്.